ചാനൽ. അപ്പം ഇന്ന് കുറച്ച് നാളായാലും നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ എടുക്കാന്നുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ ചുരിദാറൊക്കെ അടിച്ച് മാറ്റി ഇട്ടേക്കാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നല്ല പേസ്റ്റൽ ഗ്രീൻ കളറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു യുണീക്കായിട്ടുള്ള കളറാണ്. ഞാൻ അങ്ങനത്തെ കളേഴ്സൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് കാട്ടി തരാം കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് നോക്കുക, എന്നിട്ട് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതേ ഹെയർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ എല്ലാ ഹെയറും കൂടിയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് റിസൾട്ട് കാട്ടിത്തരാം. എന്നിട്ട് ഇതേ ഞാൻ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ യൂഷ്വലി അമ്മക്കെട്ടൊക്കെ കിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ കെട്ടാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത്തിരി ഹെയർ ഇത്തിരി സ്കാൽപ്പ് ഓയിലാണ്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. എന്നാലും ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മോയ്സ്ചറൈസർ എന്തിനാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഇതൊന്നും ചെയ്യണ സമയത്ത് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല ഇതിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മൾ പയ്യെ മേക്കപ്പ് ചെയ്ത് നമ്മളൊരു എക്സ്പീരിയൻസ് ആയപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇതാണ് ഇതിൻ്റെ ഓരോ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നാ കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലാക്മേയുടെ കൺസീലറാണ് കേട്ടോ. അടിപൊളി കൺസീലറാണ്. ലാക്മേ അബ്സല്യൂട്ട് മെറ്റീരിയൽ മൂസ് കൺസീലർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇതിൻ്റെ കഴിയാറായിട്ടുണ്ട്. ബട്ട് സംഭവം ഭയങ്കര സിൽക്കി സ്മൂത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അടിപൊളി കൺസീലർ കേട്ടോ. അപ്പോൾ ഞാൻ അടിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ണിൻ്റെ മേലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് കിട്ടും. താടി ഭാഗത്തും അടുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. കണ്ണിൻ്റെ അടിഭാഗത്തും ചുണ്ടുമ്പോൾ ലിപ്സ്റ്റിക് അല്ല കേട്ടോ ഇട്ടേക്കണേ, ലിപ് ബാമാണ്. ഒരു അടിപൊളി ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം. ഇടയ്ക്ക് എന്താണെന്നറിയില്ല, ഈ ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ് ബാമിങ്ങനെ ഡെയിലി ഒന്നും ഇടും കേട്ടോ. അപ്പോൾ അതെ കൺസീലർ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ നമ്മളുടെ ഒരു സെറ്റിംഗ് പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതില്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഇതാണെങ്കിൽ ഇത്തിരി കൂടിയും എന്താ പറയുക, നമ്മൾ പൗഡർ ഇടുമ്പോൾ ഒരു ഇത്തിരി കൂടി വെള്ള കളറായിട്ട് തോന്നില്ലേ, ഇതങ്ങനെ തോന്നില്ല കേട്ടോ. നല്ല നാച്ചുറലായിട്ട് ഇങ്ങനെ ഉള്ളൊരു പൗഡർ കേട്ടോ, സെറ്റിംഗ് പൗഡർ. അപ്പോൾ ഇതെല്ലായിടത്തും ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലായിടത്തും ഇട്ടു. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സ്മോക്കി ഐസ് ചെയ്യണോ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്മോക്കി ഐസാണ് ചെയ്തതെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം നമ്മൾ സ്മോക്കി വേണ്ട, നോർമലായിട്ടുള്ളൊരു വിങ്ഡ് ആയിട്ടുള്ളൊരു ഐലൈനർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐ ഷാഡാണ് നോക്കണത്. അതിൻ്റെ ക്യാപ്പ് വീടാണ് സബ്ലാട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ബ്ലെൻഡ് ചെയ്യണ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കണ്ടു, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇത്തിരി കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ഇത്തിരി കൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് ഞാൻ വിചാരിക്കണം ഒരു പിങ്ക് കളർ കൊടുക്കാമെന്ന് വെച്ചിട്ട്, ലൈറ്റ് പിങ്ക് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടില്ല, നമ്മളെപ്പോഴും ഒരേ ഷെയ്ഡെല്ലാം ഇട്ട് കൊടുക്കണം. ഞാൻ വിചാരിച്ചു ഡിഫറെൻ്റ് ആയിട്ട് ഇത്തിരി പിങ്ക് ആയിക്കോട്ടെ വിചാരിച്ചു കേട്ടോ.
പിങ്ക് ഇട്ട് കൊടുത്തൊക്കെ ഇഷ്ടമായി. പിന്നെ ഇത്തിരി കൂടി ഡാർക്കും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ഐ ഷാഡോ സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഇതാക്കാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മേക്കപ്പ് പൗച്ച് ഉണ്ട് കേട്ടോ. ഓരോന്നിലും ഇപ്പോൾ ഓരോന്ന് സോർട്ട് ചെയ്ത് വെച്ചതാണ്. ഒരെണ്ണം ഭയങ്കര ആവശ്യമുള്ളത് ഉള്ള പ്രൊഡക്ട്സ് മാത്രം വെച്ചേക്കാണ്. പിന്നെ ഒരെണ്ണത്തിൽ എല്ലാം പ്രൊഡക്റ്റ് ഉള്ളതുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ ജ്വല്ലറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ലിപ്സ്റ്റിക്കൊക്കെ എത്ര കുറേ എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും എപ്പോഴും യൂസ് ആക്കുന്നത് ഒരേ ഒരു ഷെയ്ഡ്സ് ആവും കേട്ടോ. 2-3 ഷെയ്ഡ്സ് തന്നെയാവും എപ്പോഴും യൂസ് ആക്കുക. അതെന്താണെന്നറിയില്ല, ഈ ലിപ്സ്റ്റിക് അഡിക്ട്സ് ആയിട്ടുള്ളവർക്ക് മിക്കവർക്കും മനസ്സിലാവുന്ന സംഭവമാണ്. എത്ര ലിപ്സ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരേ ലിപ്സ്റ്റിക് ആയിരിക്കും കൂടുതൽ നമ്മൾ യൂസ് ആക്കുക കേട്ടോ. പിന്നെ അതേ ഞാൻ ഇനി കണ്ണെഴുതി കൊടുക്കുകയാണ്. ഐലൈനർ ഇതെപ്പോൾ കുറേ നാളായി, ഇപ്പോൾ 1 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഐലൈനർ കേട്ടോ യൂസ് ആക്കണേ. അടിപൊളി ഐലൈനർ കേട്ടോ, പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ ഇതൊക്കെ പോയി തുടങ്ങി, ലേബലൊക്കെ പോയി തുടങ്ങി. നമ്മൾ മെബിലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസിയൽ ഐലൈനർ കേട്ടോ, നല്ല അടിപൊളിയാണ്. കണ്ട പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി വിടും. ഇത്തിരി വിങ്ഡായിട്ട് കേട്ടോ. അപ്പം ഐലൈനർ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കാജൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കാജലും എൻ്റെ എപ്പോഴും യൂസ് ആക്കണം. ചില പ്രൊഡക്ട്സ് നമ്മൾ എപ്പോഴും ഒരേ പ്രൊഡക്ട്സ് തന്നെയാട്ടോ യൂസ് ആക്കാറ്. ഞാൻ എപ്പോഴും നമ്മുടെ കൊളോസിയൽ ലാക്മേയുടെ കൊളോസിയൽ കാജലാട്ടോ യൂസ് ആക്കാറ്. പിന്നെ ഇതിപ്പോൾ ഇവിടെ നിന്നൊന്നും ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ നമ്മളുടെ ഏതിൻ്റെയാണ് എസെൻസിൻ്റെ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. പക്ഷെ അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഷാർപ്പൻ ചെയ്യുന്നത് ഷുഗറിൻ്റെ ഒക്കെ കാജൽ അടിപൊളിയാണ് പറഞ്ഞാൽ. എത്ര എക്സ്പെൻസീവ് ആണ് പക്ഷെ അടിപൊളിയാന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ബ്ലാക്ക് കളറ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ എനിക്കത് ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഷാർപ്പൻ ചെയ്യണം. ഈ ഐബ്രോ പെൻസിൽസൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഷാർപ്പൻ ചെയ്ത് യൂസ് ആക്കണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര മടിയാട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കണ അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കണ സമയത്തായിരിക്കും ഇനി ഷാർപ്പനർ തപ്പണം അങ്ങനെ. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ് സംഭവം. ഇനി മസ്കാര. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ്, ഒരു കോംബോ പാക്ക് പോലെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മസ്കാര, അതുപോലെ തന്നെ കാജൽ, ഐലൈനർ, ഇത് 3ഉം കൂടിയിട്ട് ഒരുമിച്ചുള്ളതായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചതായിരുന്നു. പക്ഷേ മെബിലിൻ്റെ കൊളോസിയലിൻ്റെ മസ്കാര ഉണ്ട്, അതിൻ്റെ അത്ര ഇതെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതാണ് ഏറ്റവും അടിപൊളി കേട്ടോ. ബാക്കി മസ്കാരാസ് കുറേയൊക്കെ ഉണ്ട്, പക്ഷേ അഫോർഡബിൾ എന്ന് വെച്ചാൽ ഒരു 500 ആ ഒരു റേഞ്ചിലൊക്കെ അത് അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര വോർത്താണ്, നമുക്ക് നല്ല ലിഫ്റ്റ് കിട്ടും ഐലാഷ്. ഇത് കുഴപ്പമില്ല, എന്നാലും എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഇത് ഞാൻ പെട്ടെന്ന് എവിടെ പോയിപ്പോട്ടെ, അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. ഇത് കുഴപ്പമില്ല കേട്ടോ. അത് ഇങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയത് യൂസ് ചെയ്ത്. ഇതിൻ്റെ ആണെങ്കിൽ ഇത്തിരി ബെൻഡൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് ഒരു മസ്കാരയാണ്. അതിന് മസ്കാര ഇട്ടു കേട്ടോ. ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ
നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വീഡിയോയിൽ ഞാനൊരു ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആട്ടോ. കുറേ നേരമായിട്ട് ഇതാട്ടോ കുട്ടിയാണ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വലുതാ വന്നിരുന്നത്. ഇതാട്ടോ സംഭവം കുട്ടിയാണ്, പക്ഷെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആട്ടോ. ഇത് ഞാനൊരു ബ്രൗൺ കളറുള്ള ലിപ്സ്റ്റിക്കാണ് സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിൻ്റെ മേലെ ഒരു ലിപ്പ് ലൈനറും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും കൂടി നല്ല ഡിഫൈൻഡ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോന്നും ഓരോ ഇതിലാട്ടോ വെക്കണേ. അപ്പോൾ ഞാൻ ലിപ്പ് ലൈനർ ചെയ്യണില്ല. ഇപ്പോൾ ലിപ്പ് ഓയിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലിപ്പ് ഓയിലും ഇതും ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും ഏകദേശം ഒരു ഒരേ ഷെയ്ഡാട്ടോ. ഇതിന് എന്തോ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത് ഓപ്പൺ ആക്കത്തിരി ഭയങ്കരമായിട്ട് സംഭവം വന്നു കേട്ടോ. ലിപ്പ് ഓയിൽ മേലെ കൂടെ നമ്മൾ ലിപ്പ് ലൈനും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും. അതെ ലിപ്പ് ലൈനർ ഇതിലാട്ടോ പെട്ടകണേ. ഇടയ്ക്കിടയ്ക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണം. എപ്പോഴെങ്കിലും എല്ലായിടത്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആകെ മെസ്സി ആയിട്ടാണ് ഇരിക്കണത്. അപ്പം നമ്മൾ ലിപ്പ് ലൈനർ ചെയ്തു. പിന്നെ ഇച്ചിരി ബ്ലഷ് എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ലിപ് ടിൻ്റ് ഉണ്ട്. അത് ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് ഉള്ളപ്പോൾ ഞാൻ പിന്നെ ലിപ് ടിൻ്റ് ആയിട്ട് വേറെ ലിപ്പല്ല ചീക്കിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ട്. ഞങ്ങൾ എവിടെ മുകളിൽ എപ്പോഴും പോയി പച്ച മേടിച്ച് തന്നാ കേട്ടോ. അത് നല്ലതാ. ഇത് പിങ്ക് കളർ വന്നപ്പോൾ നല്ല രസമുണ്ട്. ഇനി ഇതിന് ജ്വല്ലറി ഇട്ട് കൊടുക്കാൻ പോകട്ടോ. എപ്പോഴും ഞാൻ ഈ ഡയമണ്ടിൻ്റെ സ്റ്റഡ് തന്നെ ഇടാറ്. ഇതിന് നമുക്ക് നല്ല ഡ്രസ്സൊക്കെ മേക്കപ്പൊക്കെ ചെയ്തില്ലേ, നല്ല അടിപൊളി ഒരു ജ്വല്ലറി ഇട്ട് കൊടുക്കാം. ഒരു കമ്മലിട്ട് കൊടുക്കാം. അപ്പം കമ്മൽ നമ്മൾ ഇതാട്ടോ ഇടണേ. പിന്നെ മാച്ച് ആയിട്ടാട്ടോ നമ്മളിത് ഈ കമ്മലിട്ട് കൊടുക്കണേ. യെസ് കമ്മലിട്ട് കൊടുത്തു. അപ്പം ഞാൻ ഒരു ഗ്രീൻ കളർ നമുക്കിങ്ങനെ കുട്ടി പൊട്ടിങ്ങനെ മേടിക്കാൻ കിട്ടില്ല, ഇങ്ങനെ കുറേ കളേഴ്സായിട്ട്. അപ്പം ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ എടുത്ത് വെച്ചപ്പോൾ അമ്മ എടുത്തരാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പൊട്ടും കൂടി വെക്കാട്ടോ. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, കമ്മൽ വലിയ മാച്ചില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഞാനത് ഊരിട്ടോ, എനിക്കത് ഇഷ്ടമായില്ല. നമ്മുടെ ഫുണ്ണു ബാബി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഒച്ചും ബഹളമൊക്കെ. അപ്പം ഇത് രണ്ടെണ്ണത്തിൽ ഞാൻ കുറേ കമ്മലുകളുണ്ടായിരുന്നു. അമ്മ ആ ബോക്സ് എടുക്കാൻ മറന്നു കേട്ടോ, അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം അമ്മ പറയണ അമ്മ വേറെ കമ്മലുകളൊക്കെ കൊണ്ടുണ്ടെന്ന്. എന്നാൽ ഞാനൊരു സംഭവത്തിൽ നിറച്ച് ഇങ്ങനെ കമ്മലുകൾ മാത്രം വെച്ചേക്കാട്ടോ. അപ്പോൾ ഇത് കുഞ്ഞിപ്പൊന്ന് വന്നിട്ടുണ്ട്. ഈ അമ്മ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറൈറ്റി ആയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മാച്ചിങ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനത്തെ യൂഷ്വലി ഇടാറില്ല. ഈ കളറൊക്കെ ഉണ്ട്. ഇതാന്ന് തോന്നുന്നില്ലേ നമുക്ക് ഈ കളറും ഈ കളറും ഇതുണ്ട്. ഇതാണ്ട് ഗ്രീനോ ഇതോ. അപ്പൊ ഈ ഗ്രീൻ നമുക്ക് ഇട്ടോക്കാം കേട്ടോ. എനിക്ക് ആ കുഞ്ഞിതാണ് ഇഷ്ടമായ, നമുക്ക് നോക്കിയതാ ഭംഗി. അപ്പൊ ഇതേ കമ്മൽ ഇതാട്ടോ ഇട്ടേ. അപ്പൊ ഇത്തിരി വലുതുപോലെ തോന്നി, എന്നാലും രസമുണ്ട് കേട്ടോ. ഇതാണ് കമ്മലിട്ടു നമ്മള്. ഇനി പൊട്ടമ്മ ഗ്രീൻ പൊട്ട് മുടി ഇപ്പം കാട്ടിത്തരുന്നില്ല, അവസാനം കാട്ടിത്തരാം. ഗ്രീൻ കിട്ടിയില്ല കേട്ടോ പൊട്ട്, അതെവിടെയോ വെച്ചേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്ലാക്ക് പൊട്ട് വെച്ചു. എല്ലാത്തിനും ബ്ലാക്ക് നല്ല മാച്ചല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഈ ഷോളാട്ടോ. അടിപൊളി ഷോളാണ് കണ്ടത്, ഇങ്ങനെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഷോളിന് പക്ഷെ അധികം നീളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഷോള്. ഇനി ഹെയറിൻ്റെ കാര്യം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് നോക്കിക്കോ.
കണ്ടോ നമ്മൾ ബ്ലോ ഡ്രൈയോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട, അടിപൊളിയായിട്ട് ബ്ലോ ഡ്രൈ കിട്ടിയ പോലെ കിട്ടും കേട്ടോ. അതായിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഞാൻ രാത്രി ഇങ്ങനെ കെട്ടിക്കിടന്ന് തുടങ്ങിയിട്ട് രാവിലെ ഇങ്ങനെ ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുള്ളത്തി ഷോളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഷോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്ക് യൂഷ്വലി ഇങ്ങനത്തെ ചുരിദാറൊക്കെ പണ്ടൊരു ഉടനെടാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അമ്മ ഇടണോണ്ട് ഞാൻ ഇടണു, അല്ലാണ്ട് ഞാനായിട്ട് ഇങ്ങനത്തെ ചുരിദാറോ അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മളുടെ ലുക്കും ഔട്ട്ഫിറ്റും, ഫുൾ ഔട്ട്ഫിറ്റ് കാട്ടി തരാം കേട്ടോ. അതെ, അപ്പോൾ ഇതാട്ടോ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഡ്രസ്സും അതുപോലെ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. ബൈ.